നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഒരാൾ മതപരമായ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നതും പ്രശ്നമാണ്, മതപരമായ കാര്യങ്ങളെ പാടെ അവഗണിക്കുന്നതും പ്രശ്നമാണ്. ഇത് രണ്ടും എങ്ങനെയാണ് സഹോദരങ്ങളെ പ്രശ്നമായി മാറുന്നത്? ഞാൻ ഇന്ന് ആളുകളുടെ സമീപനത്തെക്കുറിച്ച് പറയാണ്. അപ്പോൾ ഭർത്താവ് കുറച്ച് മതപരമായ കാര്യങ്ങൾ നിഷ്ഠ പുലർത്തുമ്പോൾ ഭാര്യയ്ക്ക് പരാതി. എന്നാൽ അതേപോലെ തന്നെ സ്ത്രീകൾ പരാതിപ്പെടുന്നത് അയാൾ കള്ളുടിക്കുകയാണ്, അയാൾ വേണ്ടാത്തങ്ങൾ ചെയ്യുകയാണ്, അയാൾ രാത്രി വൈകി വരികയാണ്, അയാൾക്ക് എല്ലാ അവിഹിത ബന്ധങ്ങളുണ്ട്. മതപരമായ ജീവിതം ഇല്ലാത്തതിലും പരാതി. മക്കൾ മതപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പരാതി. എന്താണ് ഇപ്പോൾ അവൻ്റെ കോലം, എന്താണ് അവൻ്റെ രൂപം, എന്താണ് ഇവരിങ്ങനെ എന്ന് ചോദിക്കും. മതപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ രാത്രിയും പകലും ഒന്നുമില്ലാതെ സിനിമയും വേണ്ടാവൃത്തികളും ലഹരിയുമായിട്ട് പോകുമ്പോൾ എൻ്റെ മോൻ എന്താ ചെയ്യുക, അവരെങ്ങനെ നേരായി കിട്ടുക? സഹോദരങ്ങൾ, ഇതിലൊരു വലിയ വ്യത്യാസം വരേണ്ടതുണ്ട് നമുക്ക്. ഞാൻ പറഞ്ഞത് മതപരമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരറിവും ബോധവും കിട്ടുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ ആരാണോ അവരെ നമ്മൾ അതേ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ ബോധപൂർവ്വം ശ്രമിക്കണം. എനിക്കൊരു ദീനീ ബോധമുണ്ടെങ്കിൽ അതെൻ്റെ ഭാര്യയ്ക്കുണ്ടാവണം, എനിക്കൊരു ബോധമുണ്ടെങ്കിൽ അതെൻ്റെ മക്കൾക്കുണ്ടാവണം. അത് ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ്. നോക്കൂ, നിങ്ങൾ ജീവിതത്തിൽ എന്തു കാര്യമുണ്ടെങ്കിലും അത് ഭാര്യ ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം, പരസ്പരം ചർച്ച ചെയ്താണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ ദീനിയായ നിലക്ക് ഒരേ കാഴ്ചപ്പാടല്ല രണ്ടുപേർക്കും ഉള്ളതെന്നുണ്ടെങ്കിൽ അവരെങ്ങനെ ഒരു യോജിപ്പിലെത്തുക? എങ്ങനെ അവർക്ക് യോജിക്കാൻ പറ്റും? ഒരു കുട്ടിയെ ഒരു സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ഭൗതിക പ്രാധാന്യമുള്ള ഒരു സ്കൂളാണെന്ന് ഭാര്യ പറയുമ്പോൾ ഭർത്താവ് പറയുന്നു കുറച്ചൊരു ഖുർആൻ പഠിക്കാനും ദീന് പഠിക്കാനും പറ്റുന്ന സ്കൂൾ ആയിക്കോട്ടെ. അവർക്ക് രണ്ടാൾക്കും കൂടി യോജിച്ചൊരു സ്കൂളിലെ കുട്ടിനെ ചേർക്കാൻ പറ്റൂ? സഹോദരങ്ങളെ, യോജിച്ച് പോകാൻ നല്ല പ്രയാസം. അതുകൊണ്ടറിയോ, എല്ലാ കാര്യത്തിനും കൂടെ നടന്നിട്ട് ദീനുള്ള ഭർത്താവ് ദീനില്ലാത്ത ഭാര്യ ഇങ്ങനെ എന്താ എൻ്റെ ചെയ്യൽ, എന്താ എൻ്റെ രൂപം, എന്താ നിൻ്റെ അവസ്ഥ എന്നിങ്ങനെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് ഒരു സ്ത്രീ മാറൂല. അവൾ ഇവൻ്റെ ആദർശങ്ങളോടും ആശയങ്ങളുടെയും ഒരു കാലാകാലത്തെ ശത്രുവായി തീരെ മാത്രം ചെയ്യും. എന്താ വേണ്ടത്? നമ്മൾ ഉൾക്കൊണ്ട കാര്യം അവരെ ബോധ്യപ്പെടുത്താം.